Okay students, so നമ്മൾ ഈ ക്ലാസ്സിൽ ഇനി പഠിക്കാൻ പോകുന്നത് പ്ലേസ് വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ ആണ്. എന്താണ് പ്ലേസ് വാല്യൂ? ഫസ്റ്റ് നമുക്ക് പ്ലേസ് വാല്യൂ പഠിക്കാം. പ്ലേസ് വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ. ഒരു നമ്പറിന് രണ്ട് വാല്യൂസ് ഉണ്ട്, ഒന്ന് പ്ലേസ് വാല്യൂ, ഒന്ന് ഫേസ് വാല്യൂ. സോ എന്താണ് പ്ലേസ് വാല്യൂ? നമ്മൾ ഇതുവരെ എന്തൊക്കെ പ്ലേസ് വാല്യൂസ് പഠിച്ചു? റെക്കോർഡ് അയച്ചു തന്നിരുന്നു അല്ലെ എല്ലാവരും? എന്തൊക്കെ പഠിച്ചു? വൺസ് പഠിച്ച്, ടെൻസ് പഠിച്ചു, ഹൺഡ്രഡ്സ് പഠിച്ചു, തൗസൻഡ് പഠിച്ചു. 4 ഡിജിറ്റ് നമ്പേഴ്സ് പഠിച്ചു അല്ലെ? ഈ 4 ഡിജിറ്റ് നമ്പേഴ്സിന് എല്ലാത്തിനും ഓരോ പ്ലേസ് വാല്യൂകളുണ്ട്. ഈ വൺസ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ടെൻസ് എന്ന് പറയുന്നതോ 10 അല്ലെ? 100 എന്ന് പറയുന്നത് 100, 1000 എന്ന് പറയുന്നത് 1000. Yes or no? Ones എന്ന് പറഞ്ഞാൽ 1, tens എന്ന് പറഞ്ഞാൽ 10, hundreds എന്ന് പറഞ്ഞാൽ 100, 1000 എന്ന് പറഞ്ഞാൽ 1000. ക്ലിയർ? ഇനി ഓരോ നമ്പർ ഈ പൊസിഷനിൽ എത്തുമ്പോൾ ഇതിനൊക്കെ പ്ലേസ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ഓരോന്ന് ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ സിമ്പിൾ ആയിട്ട് 2 ഡിജിറ്റ് നമ്പർ എടുക്കാം. 2 ഡിജിറ്റ് നമ്പർ ആയ 26 മിസ് എടുത്തു. ഇതെന്താണ്? 2 ഡിജിറ്റ് നമ്പർ ആണ്. 26 എടുത്തു. 26 എടുക്കുമ്പോൾ ഇത് വൺസിലാണ്, ഇത് ടെൻസിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയൂലേ? യെസ്. അപ്പൊ വൺസിന്റെ വാല്യൂ എന്താ? 1. അപ്പൊ നമ്മള് ഇതിന്റെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കണം. അതായത് 6ന്റെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കണം. 6 ഏത് പൊസിഷനിലാണ് ഉള്ളത്? വൺസിന്റെ പൊസിഷനിലാണ് ഉള്ളത് അല്ലെ? 1ന്റെ വാല്യൂ 1. അപ്പൊ എന്ത് ചെയ്യാ? ഈ 6നെ 1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 6നെ 1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് കിട്ടും? 6 into 1 equals 6. 6 into 1 equals 6. Clear? Now next 2 ആണ് വരുന്നത് അല്ലെ? നമുക്കിനി 2ന്റെ വാല്യൂ അറിയണം, പ്ലേസ് വാല്യൂ അറിയണം. സോ റൈറ്റ് ദ പ്ലേസ് വാല്യൂ ഓഫ് 2 എന്ന് പറഞ്ഞാല് ഈ 2 എവിടെ നിൽക്കുന്നത്? ടെൻസിന്റെ പ്ലേസിലാണുള്ളത് അല്ലെ? ടെൻസിന്റെ പ്ലേസിലാണ് 2 ഉള്ളത്. 10ന്റെ വാല്യൂ എന്താ? 10. അപ്പൊ എന്ത് ചേച്ചി മൾട്ടിപ്ലൈ ചെയ്യണം? 2 into 10. 2 into 10 എത്ര? 20. So the place value of 2 is 20. So the place value of 6 is 6. Clear ആയോ? ഇനി നമുക്ക് ഒരു 3 ഡിജിറ്റ് നമ്പർ എടുക്കാം. ഓക്കെ, 356. ഇതാണ് 356 ആണ് മിസ്സിന്റെ നമ്പർ. ഇത് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. ഇനി നമുക്ക് ഫസ്റ്റ് 6ന്റെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാം. 6 ഏത് പൊസിഷനിലാണുള്ളത്? 1ന്റെ പൊസിഷനിൽ. അപ്പൊ എത്രയാണ്? 6 into 1 6. 5 ഉള്ളതോ ഏത് പൊസിഷനിലാ? ടെൻസിന്റെ പൊസിഷൻ. ടെൻസ് എന്ന് പറഞ്ഞാൽ 10. അപ്പം 5 into 10 50. ഇനി 3 ഉള്ളത് ഏത് പൊസിഷനിലാ? 100ന്റെ പൊസിഷനിൽ. 100ന്റെ നമ്പർ എന്താ? 100. അപ്പം 3 into 100 300. ക്ലിയർ ആയോ? ഒരു നമ്പർ തന്ന് അതിന്റെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാന് ഫസ്റ്റ് അതിന്റെ പ്ലേസ് എഴുതുക. ഇപ്പൊ ചോദിക്കാണ് റൈറ്റ് ദ പ്ലേസ് വാല്യൂ ഓഫ് 3 in 356 എന്ന് പറഞ്ഞാല് 3 ഏത് പൊസിഷനിലാണ് ഉള്ളത് നോക്കാം. ഏത് പൊസിഷനിലാണ് അവിടെ ഉള്ളത്? 100ന്റെ പൊസിഷനിലാണ് 3 ഉള്ളത്. സോ 100 എന്ന് പറയുമ്പോൾ 3 into 100 ചെയ്യാം. ആ ആൻസർ ആണ് അതിന്റെ പ്ലേസ് വാല്യൂ. ആ ആൻസർ ആണ് അതിന്റെ പ്ലേസ് വാല്യൂ. ഇതൊരു ക്ലിയർ അല്ലേ? 3 ഡിജിറ്റ് നമ്പർ. ഇനി 4 ഡിജിറ്റ് നമ്പറിന്റെ നോക്കിയാലോ? 3 ഡിജിറ്റ് നമ്പർ നമ്മൾ നോക്കി. ഇനി 4 ഡിജിറ്റ് നമ്പർ ആണ് നോക്കുന്നത്. 2532. 2532. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്. 2ന്റെ പ്ലേസ് വാല്യൂ 1 ആണ്. 2 into 1 2. 3ന്റെ പ്ലേസ് വാല്യൂ 3 into 10. ടെൻസിലാണ് 30. 5ന്റെ പ്ലേസ് വാല്യൂ 5 into 100
എവിടാണ് 500. 2ന്റെ പ്ലേസ് വാല്യൂ 2 into 1000. എവിടാണ് 1000ലാണ് 2 ഉള്ളത്. സോ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 2 into 1000 എത്ര? 2000. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കുക. എളുപ്പമാണ്. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്, തൗസൻഡ് എഴുതാം. ഏത് പൊസിഷനിലാണോ വരുന്നത്, 1000ലാണെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 100ലാണെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ടെൻസിലാണെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ഇവിടെ 0 വരാണ്. 2032. ഇങ്ങനെ വന്നാലോ? 2ന്റെ വാല്യൂ 2 into 1 2. 3ന്റേത് ടെൻസില് 3 into 10 30. 0 എവിടെ ഉള്ളത്? ഹൺഡ്രഡ്സിൽ. 0 into 100. ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെ. അപ്പം 0ന്റെ പ്ലേസ് വാല്യൂ 0 തന്നെ. 2 ആണെങ്കിലോ 2 into 1000 2000. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് മിസ് എന്താ പറഞ്ഞ? പ്ലേസ് വാല്യൂ ഉണ്ട്, വേറൊരു വാല്യൂവും കൂടി ഉണ്ട് അല്ലെ? പ്ലേസ് വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ. നെക്സ്റ്റ് ടോപ്പിക് ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ വളരെ എളുപ്പമാണ്, ഒന്നുമില്ല. ഫേസ് വാല്യൂ ഇപ്പൊ 26 എന്നുള്ള 2 ഡിജിറ്റ് നമ്പർ തന്നു. ഇതില് 6ന്റെ ഫേസ് വാല്യൂ എഴുതാൻ പറഞ്ഞാൽ 6 തന്നെ. ക്ലിയർ? ഇതിലിപ്പോ 2ന്റെ ഫേസ് വാല്യൂ എഴുതാൻ പറഞ്ഞാൽ 2 തന്നെ. ക്ലിയർ? അത്രക്കും എളുപ്പമാണ്. സെയിം നമ്പർ തന്നെ. ഇപ്പൊ 3 2 3 4 5 എന്നുള്ള നമ്പർ തന്നെ. ഇതില് ഓരോന്നിന്റെ ഫേസ് വാല്യൂ എഴുതാൻ പറഞ്ഞാൽ 5ന്റെ ഫേസ് വാല്യൂ 5. ഫേസ് വാല്യൂ 5 തന്നെ. 4ന്റേത് 4 തന്നെ. 3ന്റേത് 3 തന്നെ. 2ന്റേത് 2 തന്നെ. ആ നമ്പർ തന്നെയാണ് അതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. പ്ലേസ് വാല്യൂ അതിന്റെ പ്ലേസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ നമ്പറിനെയാണ് എന്ത് പറയുന്നത്? ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. 5 ആണെങ്കിൽ 5, 4 ആണെങ്കിൽ 4, 3 ആണെങ്കിൽ 3, 2 ആണെങ്കിൽ 2. ക്ലിയർ? അപ്പൊ ഫേസ് വാല്യൂ ക്ലിയർ ആയോ? ഇത്രേ ഉള്ളൂ പ്ലേസ് വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ. ഇനി എക്സ്പാൻഡഡ് ഫോം ആൻഡ് ഷോർട്ട് ഫോം. എന്താണ് എക്സ്പാൻഡഡ് ഫോം? എന്താണ് എക്സ്പാൻഡഡ് ഫോം? എക്സ്പാൻഡഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഗതി നമുക്ക് എക്സ്പാൻഡ്, ഒരു നമ്പർ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ വലുതാക്കി എഴുതാൻ പറ്റും. വലിച്ചു നീട്ടി നമുക്കൊരു നമ്പറിനെ എഴുതാൻ പറ്റും. ഷോർട്ട് ഫോമിലാക്കിയിട്ടും എഴുതാൻ പറ്റും. ഷോർട്ട് ഫോം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സാധാ വായിക്കുന്ന നമ്പർ ആയിട്ടും എഴുതാൻ പറ്റും. ഷോർട്ട് ഫോം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സാധാ വായിക്കുന്ന നമ്പർ ഇപ്പൊ 26 അല്ലെ, 130 26, 2344. ഇതൊക്കെ എന്ത് ഫോമാണ്? ഷോർട്ട് ഫോം ആണ്. ഈ നമ്പേഴ്സിന്റെ ഒക്കെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചാലോ? എളുപ്പമാണ്. നമ്മളിപ്പം എന്ത് എഴുതാൻ പഠിച്ചു? പ്ലേസ് വാല്യൂ എഴുതാൻ പഠിച്ചു അല്ലെ? പ്ലേസ് വാല്യൂ എഴുതാൻ പഠിച്ചു. ഫസ്റ്റ് നമുക്ക് 26 തന്നെ എടുക്കാം. 26ന്റെ എക്സ്പാൻഡഡ് ഫോമിലേക്ക് ആക്കാൻ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? 26ന്റെ പ്ലേസ് വാല്യൂകൾ കണ്ടുപിടിക്കാം. വൺസ്, ടെൻസ് ആണ്. 6 എങ്ങനെ വരുന്നത്? 2 into tens ആണ് അല്ലേ? 20. 6 into 1 6. ഈ 26ന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? 20 plus 6. ഈ രണ്ട് പ്ലേസ് വാല്യൂ അഡീഷൻ ഇട്ടിട്ട് സൈൻ ഇട്ട് എഴുതുന്നതിനാണ് എക്സ്പാൻഡഡ് ഫോം എന്ന് പറയാം. ഇനി ഒരു 3 ഡിജിറ്റ് നമ്പർ വെച്ച് കാണിച്ചു തരാം. 325. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. ഫസ്റ്റ് എന്ത് എഴുതണം? നമുക്ക് പ്ലേസ് വാല്യൂകൾ എഴുതണം. 3 into 100. 100ന്റെ പ്ലേസിലാണ് 300. 2 എന്ത് പ്ലേസിലാണ്? 10ന്റെ പ്ലേസിലാണ് 20. 5 വൺസിന്റെ പ്ലേസിലാണ് 5. ഇനി 325ന്റെ എക്സ്പാൻഡഡ് ഫോം എങ്ങനെ എഴുതാം? 300 ഇത് മൊത്തം ആഡ് ചെയ്യാം. പ്ലസ് 20
plus 5. ഇതാണ് ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. 300 plus 20 plus 5. ക്ലിയർ ആയോ? ഇനി 4 ഡിജിറ്റ് നമ്പർ. എക്സ്പാൻഡഡ് ഫോം എന്താണ്? പ്ലേസ് വാല്യൂകൾ ആഡ് ചെയ്ത് ആഡ് ചെയ്യേണ്ട ആഡിന്റെ സൈൻ ഇട്ടിട്ട് എഴുതുന്നതിനെയാണ് എക്സ്പാൻഡഡ് ഫോം എന്ന് പറയാം. ഇനി 3274. 3274. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 1000. എങ്ങനെയാണ്? 1000ൽ 3 ആണുള്ളത്. 3 into 1000 3000. നെക്സ്റ്റ് 2 into 100 200. വൺസ് ടെൻസിന്റെ പ്ലേസിൽ 7 ആണുള്ളത്. 7 into 10 17. ആൻഡ് 1ന്റെ പ്ലേസിൽ 4 ആണുള്ളത്. 4. ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? 3000 plus 200 plus 70 plus 4. ക്ലിയർ? ഈ പ്ലേസ് വാല്യൂകളൊക്കെ ഒരു അഡീഷൻ സൈൻ ഇട്ട് എഴുതുന്നതാണ് ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം, ഈ നമ്പറിന്റെ എക്സ്പാൻഡഡ് ഫോം. ക്ലിയർ? വൺ മോർ എക്സാമ്പിൾ. 1324. 1324 എന്ന് എഴുതിക്കുക. 1 into 1000 1000. 3 ഏത് പ്ലേസിലാണ്? 100ന്റെ പ്ലേസിൽ. സോ 300. 2 ഏത് പ്ലേസിലാണ്? 10ന്റെ പ്ലേസിൽ 20. 4 1ന്റെ പ്ലേസിൽ 4. ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്? 1000 plus 300 plus 20 plus 4. ക്ലിയർ? എളുപ്പല്ലേ? പ്ലേസ് വാല്യൂ പറഞ്ഞാല് ഇതൊക്കെ എന്താണ്? സിമ്പിൾ ആണ്. നൗ ചില സമയം നിങ്ങൾക്ക് ഇങ്ങനെ മാത്രം തരും, റൈറ്റ്? ഷോർട്ട് ഫോം തന്നിട്ട് ഇങ്ങനെ ആഡിഷൻ തന്നിട്ട് ഷോർട്ട് ഫോമിലേക്ക് എഴുതാൻ പറയും. അത് അതിനെക്കാട്ടി എളുപ്പമാണ്. എന്താണ്? ഈ 0 സെല്ലും ഒഴിവാക്കിയാൽ മതി. ഇപ്പം ഈ 0 ഒഴിവാക്കിയാൽ 1, ഈ 2 0 ഒഴിവാക്കിയാൽ 3, ഈ ഒരു 0 ഒഴിവാക്കിയാൽ 2, അവിടെ 0 ഒഴിവാക്കാനില്ല 4. അപ്പൊ ഇതിന്റെ ഷോർട്ട് ഫോം 1324. ഇനി 7000 plus 800 plus 90 plus 1. ഇതിന്റെ ഷോർട്ട് ഫോം എഴുതാൻ പറഞ്ഞാല് 7 3 0 ഒഴിവാക്കി, ഈ 3 0 ഒഴിവാക്കി 8, ഈ ഒരു 0 ഒഴിവാക്കി 9, പിന്നെ 1. 7 8 9 1. സോ അതാണ് അതിന്റെ ഷോർട്ട് ഫോം. ക്ലിയർ ആയില്ലേ? ഇനി ഇതിന്റെ എക്സസൈസ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്ത് ചെയ്യാം. അപ്പൊ ഇപ്പം ഈ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? പ്ലേസ് വാല്യൂ പഠിച്ചു, ഫേസ് വാല്യൂ പഠിച്ചു, എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും പഠിച്ചു. ക്ലിയർ? ഓക്കെ, ദെൻ ഡൗട്ട് ഉള്ളത് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്.